ഹലോ ഫ്രണ്ട്സ്, ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ മെയിൽ അയച്ച് നേടാൻ സാധിക്കുന്ന ഒരു ജോബ് ഓഫറാണ്. ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള മിനിരത്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡ് ഹെൽത്ത് കെയർ സർവീസ് ഡിവിഷനിൽ നിശ്ചിത കാലാവധി കരാറടിസ്ഥാനത്തിൽ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിക്കുന്നു. തിരുവനന്തപുരത്തെ കോർപ്പറേറ്റ് ഹെഡ് ഓഫീസിലാണ് ഈ തസ്തിക പ്രവർത്തിക്കുന്നത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 30/4/2025 മുമ്പായിട്ട് മെയിൽ വഴി അപേക്ഷ സമർപ്പിക്കണം. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമ്മൾ ജസ്റ്റ് നോക്കാം. ഈ ഒരു ജോബ് നൽകുന്ന റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേരെന്നത് HLL ലൈഫ് കെയർ ലിമിറ്റഡ് ആണ്. ഇതിൻ്റെ തൊഴിൽ വിഭാഗം എന്നത് സർക്കാർ ഗവൺമെൻറ് കരാർ ബേസ് നടത്തുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് ആണ്. ഇത് നമ്മുടെ പെർമനൻറ്റ് ജോബല്ല, കരാറടിസ്ഥാനത്തിൽ ടെമ്പററി റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത്. ഈ ഒരു തസ്തികയുടെ പേരെന്നത് ഓഫീസ് അസിസ്റ്റന്റ് ആണ്. അതേപോലെ തന്നെ ജോലി സ്ഥലം വരുന്നത് തിരുവനന്തപുരം, കേരളത്താണ്. ഇതിൻ്റെ ശമ്പള സ്കെയിൽ ഇതിൽ പറഞ്ഞിട്ടില്ല. അത് നിങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് സമയത്ത് അതേപോലെ തന്നെ ഇൻ്റർവ്യൂ സമയത്ത് പറയുന്നതായിരിക്കും. ഇതിൻ്റെ അപേക്ഷാ രീതി എങ്ങനെ അപേക്ഷ സമർപ്പിക്കാവുന്നത് മെയിൽ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് 1/4/2025 കണക്കനുസരിച്ച് 37 വയസ്സാണ്. ഈ 1/4/2025 അടിസ്ഥാനത്തിലായിരിക്കും പ്രായം കണക്കാക്കുക. പിന്നെ അതേപോലെ തന്നെ ഓരോരോ വിഭാഗങ്ങൾക്ക് വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. അത് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ കറക്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും അപ്ലൈ ചെയ്യാനുള്ള ഇമെയിൽ ID-യും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്തെന്ന് നോക്കാം. അപേക്ഷകർ ഏതെങ്കിലും ബിരുദം പൂർത്തിയാക്കിയിരിക്കണം. അതേപോലെ തന്നെ അതുകൂടാതെ MS ഓഫീസിൽ Excel, Word, PowerPoint അറിവും അതേപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് റോളിൽ കുറഞ്ഞത് 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. ഈ ഒരു ജോബിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. HLL ലൈഫ് കെയറിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അപേക്ഷാ ഫോം ഫിൽ ചെയ്തിട്ട് ഇനി പറയുന്ന രേഖകൾ തയ്യാറാക്കുക. CV, അതേപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകൾ, അതേപോലെ തന്നെ ഏറ്റവും പുതിയ ശമ്പള സ്ലിപ്പ്, പിന്നെ അതേപോലെ തന്നെ ആധാർ, പാന്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, SSC, ST, OBC, PW സർട്ടിഫിക്കറ്റുകൾ. അത് നിങ്ങൾക്ക് ബാധകമാണെങ്കിൽ മാത്രം അത് തയ്യാറാക്കിയാൽ മതി. നെക്സ്റ്റ് ഈ ഒരു പൂരിപ്പിച്ച ഫിൽ ചെയ്ത ഫോമുകളും അതേപോലെ തന്നെ ആവശ്യമായ എല്ലാ രേഖകളും തയ്യാറാക്കിയതിന് ശേഷം 30/4/2025 അതിന് മുമ്പോ ആയിട്ട് ഈ ഒരു താഴെ നൽകിയിട്ടുള്ള recruiter@lifecarehl.com എന്ന ഇമെയിൽ ID-യിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എല്ലാ രേഖകളും ശരിയായി സ്കാൻ ചെയ്ത് ഇമെയിലിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം മാത്രം സെൻഡ് ചെയ്ത് കൊടുക്കുക. സമർപ്പിച്ച എല്ലാ രേഖകളുടെയും പകർപ്പുകൾ ഭാവിയിലെ റെഫറൻസിന് വേണ്ടി സൂക്ഷിച്ചു വെക്കുക, സേവ് ചെയ്തിട്ട് വെക്കുക. അതേപോലെ തന്നെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉദ്യോഗാർത്ഥികൾ വെരിഫിക്കേഷനായി നൽകിയ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുവരണം. ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു യോഗ്യത നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്ലൈ ചെയ്തതിന് ശേഷം ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികളെ എഴുത്തു പരീക്ഷയ്ക്ക് ക്ഷണിക്കും. 30 മിനിറ്റും അതേപോലെ തന്നെ 50 മാർക്കിൻ്റെയും എക്സാമാണ് നടക്കുക. 30 മിനിറ്റിൽ 50 മാർക്കിൻ്റെ എക്സാമാണ് നടക്കുക. യോഗ്യതയും പരിചയവും അതേപോലെ തന്നെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഈ ഒരു എക്സാമിൽ പങ്കെടുക്കാൻ അനുവദിക്കുകയുള്ളൂ. ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് അപ്ലൈ ഫോം അതേപോലെ തന്നെ ഇമെയിൽ ID-യൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ചുറ്റിൽ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരുണ്ടെങ്കിൽ അവർക്കൊന്ന് സെൻഡ് ചെയ്ത് കൊടുത്ത് അപ്ലൈ ചെയ്യാൻ പറയാം. താങ്ക്